നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. എന്ത് വന്നാലും കേരളത്തിൽ നമ്മൾ തുടരും. LDF വന്നാൽ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് കയറിയതാണ്. മന്ത്രിമാരുടെ സ്വത്തുവകൾ ശരിയായി, നാട് മുടിഞ്ഞു. എന്നിട്ട് ഇപ്പോഴും LDF തുടരും, എന്നാലേ എല്ലാം ശരിയാകൂ എന്നാണ് അവർ ഇപ്പോഴും പറയുന്നത്. പിന്നെ മുഖ്യന്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട, ആ കസേര വിട്ട് ഒരു കളിയുമില്ല. ആരോപണങ്ങളിൽ തളരാത്ത മുഖ്യൻ ഇപ്പോൾ കസേര നഷ്ടപ്പെടുമോ എന്ന ചിന്തയിൽ ഫെവിക്കോൾ ഒട്ടിച്ചാണ് നടക്കുന്നതത്രേ. ഉറങ്ങുന്നതും ഉണ്ണുന്നതും എല്ലാം ആ കസേരയിൽ ഇരുന്നാണ്. എപ്പോഴാ ED കയറി വരുന്നതെന്ന് അറിഞ്ഞൂടല്ലോ. പിന്നെ ED വന്നാൽ പോലും മുഖ്യൻ കസേരയിൽ നിന്ന് അനങ്ങൂല. ഇത്രയും ചെയ്തു കൂട്ടിയിട്ടാണ് LDF തുടരുമെന്ന് അവർ വീണ്ടും പറയുന്നത്. അല്ല, ഇവർ എന്ത് തുടരുമെന്നാണ് പറയുന്നത്? ഇതെന്റെ ചോദ്യമല്ല, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ചോദ്യമാണിത്. ഒരു ആശാ വർക്കർ, നമ്മുടെ ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കർ 100 രൂപ ശമ്പളം വർദ്ധിക്കുന്നു ചോദിക്കുമ്പോൾ അതിന് കാശ്, KSRTC ജീവനക്കാർക്ക് കൊടുക്കാൻ കാശ്, ഗവൺമെന്റ് പെൻഷനേഴ്സിന് കൊടുക്കാൻ കാശ്, ഒരു ഒറ്റ പ്രോജക്റ്റ് 9 കൊല്ലത്തിൽ ഈ സർക്കാർ ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ ഏറ്റവും വിലക്കയറ്റം ഇന്ന് ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിലാണ്. ഏറ്റവും ഹയസ്റ്റ് തൊഴിലില്ലായ്മ നമ്മുടെ നാട്ടിൽ കേരളത്തിലാണ്. എന്നിട്ട് ഞാൻ ഇപ്പൊ കേൾക്കുന്നത് അവരുടെ ഒരു പുതിയ ക്യാമ്പയിൻ 2-ാം തീയതി തുടങ്ങുന്നു. 2026 LDF തുടരും. എന്ത് തുടരും? ആശാ വർക്കേഴ്സിന്റെ കഷ്ടങ്ങൾ തുടരും, കർഷകരുടെ കഷ്ടങ്ങൾ ഇനിയും തുടരും. എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇതുവരെ നടക്കാത്തത് ഇനിയും തുടരുന്ന പറഞ്ഞു. തൊഴിൽ ഇനിയും ഉണ്ടാവില്ല, യുവാക്കൾക്ക് ഇവിടെ അവസരങ്ങൾ ഇനിയും ഉണ്ടാവില്ല. എന്ത് LDF തുടരും? ആശാ വർക്കർമാരുടെ സമരവും കഷ്ടപ്പാടും തുടരുമെന്നാണോ? അതോ തൊഴിലില്ലായ്മ തുടരുമെന്നാണോ? അതോ ഒരു വികസനവും നടക്കാത്ത കാലം വീണ്ടും തുടരുമെന്നാണോ CPM പറയുന്നത്? ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം തൊഴിലില്ലായ്മയും വിലക്കയറ്റവും അഴിമതിയുമാണ്. അതാണ് ഇവർ തുടരുമെന്ന് പറയുന്നത്. ചോദ്യവും ഉത്തരവും രാജീവ് ചന്ദ്രശേഖർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ജനങ്ങളുടെ മനസ്സിലുള്ള ഉത്തരവും. എന്തായാലും LDF തുടരുമോ, അതോ BJP കടത്തിവെട്ടുമോ, അതോ ഇനി കോൺഗ്രസ് ചടകുടഞ്ഞ് എഴുന്നേൽക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ BJP വളരുകയാണ്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക, അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.